ഓൺ ചെയ്യട്ടാ. ഓക്കെ. ഇടയ്ക്ക് നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്യരുത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളാം. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്? മെട്രിസസാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്താ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? പ്രോപ്പർട്ടീസ് ഓഫ് എന്തൊക്കെ പഠിച്ചു? ഓപ്പറേഷൻസ് ഓൺ മെട്രിസസാണ് പഠിച്ചത് അല്ലേ? മെട്രിസസിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഓപ്പറേഷൻസാണ് പഠിച്ചത്. എന്തൊക്കെ ഓപ്പറേഷൻസാണ് പഠിച്ചത്? അഡിഷൻ പഠിച്ചു, സബ്ട്രാക്ഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസും പഠിച്ചു. എക്സസൈസ് 3.2 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലേ? ഹോംവർക്ക് ഉണ്ടായിരുന്നല്ലോ, ചെയ്തോ? ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തോ? ഏതൊക്കെയായിരുന്നു ഹോംവർക്ക് ക്വസ്റ്റ്യൻസ്? 5, 6, 9. ക്വസ്റ്റ്യൻ നമ്പർ 5ന്റെ ആൻസർ പറഞ്ഞേ. ഹേമന്ത്, 5th വണ്ണിന്റെ ആൻസർ എന്താ കിട്ടിയേ? ചെയ്തില്ലേ? എന്ത് ചെയ്യാൻ? എന്താ കേട്ടെ? എന്താ അങ്ങനെ? ഡേറ്റ സ്റ്റേബിൾ അല്ല, നെറ്റ്വർക്ക് സ്റ്റേബിൾ അല്ല. മാക്സിമം ഓഫ്ലൈൻ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യട്ടാ. പറഞ്ഞേ. സീറോ മെട്രിക്സ് ഓർഡർ എന്താ? ഓക്കെ. 6, 1 1001. പിന്നെ 9th ക്വസ്റ്റ്യൻ x3y3. ഓക്കെ. ഈ 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഹോംവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ ചെയ്യണേ. എല്ലാ പ്രോബ്ലംസും ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യൻസും ചെയ്യണം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്ത് പോകണം. ഒന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 10 നമ്മൾ ചെയ്തായിരുന്നോ? ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 10 ചെയ്തേ. Solve the equation for x, y, z and t if ചെയ്തേ. ആദ്യം ലെഫ്റ്റ് സൈഡ് സോൾവ് ചെയ്യാം, എന്നിട്ട് ഇക്വേറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ബോർഡ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? മിഷേൽ ആൻഡ് ആദിത്യ കാണാൻ പറ്റുന്നുണ്ടോ? ബോർഡ് ക്ലിയർ ആണ്? ഓക്കെ.
എന്താ ലേറ്റ് ആയി? കുണ്ടന്നൂരിൽ നിന്ന് ഇങ്ങോട്ട് ഇഷ്ടംപോലെ ബസ് ഉണ്ടല്ലോ. ആ എന്താ കിട്ടാൻ? ഇറങ്ങില്ല വീട്ടിൽ നിന്ന്. ആ ഇറങ്ങിയപ്പോ ലേറ്റ് ആയി. ആ എന്താ കിട്ടാൻ? ബസ് റൂട്ട് മാറിയ? ബസ് റൂട്ട് മാറിയാ? പിന്നെ സമയം കഴിഞ്ഞ പറഞ്ഞില്ല. ബുക്ക് എടുത്ത് ചെയ്ത് കഴിഞ്ഞോ? എങ്ങനെയാ ചെയ്യാ? ഫസ്റ്റ് 2 into matrix x z y t എന്താണ്? Which is equal to 2x 2z 2y and 2t plus 3 into 1 minus 1 0 2 എന്താ വരാ matrix? 3 minus 3 0 6 equal ഇവിടെയോ ഓരോ എലമെന്റ്സിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ. അങ്ങനെയല്ലേ നമ്മൾ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. 9 15 12 18 which is equal to 2x plus 3 2z minus 3 2y 2t plus 6 equal 9 15 12 18. So ഇനി നമുക്ക് എന്താ പറയാൻ പറ്റുക? Here two matrices are equal, so the corresponding elements അല്ലെങ്കിൽ corresponding terms will also be equal. രണ്ട് matricesഉം സെയിം ആണ്, so corresponding elements എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. That is 2x plus 3 is equal to 9. x ന്റെ വാല്യൂ എന്തായിരിക്കും? 2x is equal to 9 minus 3. That is x is equal to 9 minus 3 എത്രയാ? 6. 6 by 2 എത്രയാ? 3. Next 2z minus 3 equal 15, which implies 2z is equal to 18, z equal 9. ഇങ്ങനെയാണോ കിട്ടിയ? Okay. Next 2y equal 12. So y equal 12 by 2, that is equal to 6. Next 2t plus 6 equal 18. That implies 2t equal 18 minus 6, that is 12, and t is equal to 6. So x is equal to 3, y is equal to 6, z is equal to 9, and t is equal to 6. ഇങ്ങനെയാണോ കിട്ടിയേ? നിങ്ങൾക്കോ? മിഷേൽ ആൻഡ് ആദിത്യ ആൻസേഴ്സ് കിട്ടിയോ? കിട്ടി. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 11 and 12 ഹോംവർക്ക് ആണ്. Question number 11, 12 homework. Next heading, multiplication of matrices. Multiplication of matrices. Heading multiplication of matrices. The product of two matrices. The product of two matrices A and B. The product of two matrices capital A and capital B is defined. If the number of columns of A, if the number of columns of A is equal to the number of rows of B, is equal to the number of rows of B. And in the later നാട്ടിൽ പോയിക്കുവായിരുന്നു.
നമ്മളൊരു പ്രോബ്ലം ചെയ്തു, നെക്സ്റ്റ് സെക്ഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, അത്രയും സ്പേസ് ലീവ് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്താ. The product of two matrices A and B is defined if the number of columns of A is equal to the number of rows of B. Full stop. Let capital A is equal to matrix Aij. Let capital A is equal to matrix Aij. Be an M by N matrix. Be an M by N matrix. And capital B equal matrix BJK, capital B is equal to matrix BJK. Be an N by P matrix. Be an N by P matrix. Full stop. Then the product of the matrices, capital A and B is the matrix capital C, of order M by P. Full stop. ഇവിടെ നോക്കി, രണ്ട് മെട്രിസസ് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻ എന്താ? എല്ലാ രണ്ട് മെട്രിസസ് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല എന്നാണോ? പറ്റും എന്നാണോ? എല്ലാരോടും കൂടിയേ ചോദിക്കണേ. എന്താ എഴുതിയ? വായിച്ചു നോക്ക്. എഴുതിയ കാര്യം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്ക് ഹേമന്തേ. എന്താ കണ്ടീഷൻ to multiply two matrices? Number of column of the first matrix must be equal to the number of rows of the second matrix. First matrix inde order nu parayunnathu m by n aanu. Okay, second matrix inde order nu parayunnathu n by p aanu. Da ee rendu numbers എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? രണ്ട് മെട്രിസസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് നമ്പർ ഓഫ്, ഇതെന്താ നമ്പർ ഓഫ് കോളം ആണോ റോസ് ആണോ? റോസ് ആണോ രണ്ടാമത് എഴുതണേ? റോ അല്ലെങ്കിൽ കോളം അല്ലേ? ഫസ്റ്റ് നമ്മൾ എഴുതുന്ന നമ്പർ ഓഫ് റോസ് ആണ്, സെക്കൻഡ് എഴുതുന്നതാണ് നമ്പർ ഓഫ് കോളംസ്. ഇതെന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ആണ്, ആൻഡ് ദിസ് ഈസ് ദ നമ്പർ ഓഫ് കോളംസ്. So first matrix ന്റെ number of column എന്ന് പറയുന്നത് must be equal to the number of rows of the second matrix. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? രണ്ട് മെട്രിക്സസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? ഇത് രണ്ടും ആയിരിക്കും, m by p ആയിരിക്കും. നമുക്ക് രണ്ട് മെട്രിക്സസ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടും അല്ലെ? ആ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? m by p ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ എന്താ, ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം എന്തിനോട് ഈക്വൽ ആവണം? നമ്പർ ഓഫ് റോസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ്. എന്നാലും മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? രണ്ട് മെട്രിക്സസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇഫ് the order of the first matrix is m by n and the order of the second matrix is n by p, then what will be the order of the product of those two matrices? പറഞ്ഞേ. m by n ആണ് ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ. ഓക്കെ, n by p ആണ് സെക്കൻഡ് മെട്രിക്സിന്റെ ഓർഡർ. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? m by p ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ ഡെഫിനിഷൻ ഉണ്ട്, അത് ഞാൻ തരുന്നില്ല, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് ഡെഫിനിഷൻ കുറച്ച് കൺഫ്യൂസിങ് ആണ്, അതുകൊണ്ടാണ് തരാത്തത്. ഇനി എങ്ങനെയാ രണ്ട് മെട്രിസസ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണേ? ക്വസ്റ്റൻ എഴുതിക്കോളാം. ഫൈൻഡ് എ ബി, capital A, capital B, if capital A is equal to
6, 9, 2, 3. And capital B is equal to 2, 6, 0, 7, 9, 8. Question എഴുതിയോ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ബി എന്ന് പറയുന്ന മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് വി ഹാവ് ടു മൾട്ടിപ്ലൈ ദീസ് ടു മെട്രിക്സസ് ടു ഒബ്റ്റെയിൻ ടു ഗെറ്റ് എ ബി. എ ബി കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എയുടെ ഓർഡർ എന്താ? 2/2. നമ്പർ ഓഫ് റോസ് 2 ആണ്, നമ്പർ ഓഫ് കോളംസ് ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് 2/2 ആണ്. ഇനി ഇവിടുത്തെ ഓർഡർ എന്താ? നമ്പർ ഓഫ് റോസ് എത്ര റോസ് ഉണ്ട്? ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. സോ നമ്പർ ഓഫ് റോസ് ഇസ് 2 ബൈ നമ്പർ ഓഫ് കോളംസ്. എത്ര കോളംസ് ഉണ്ട്? 1, 2, 3. നോക്കേ, 2/2 ആൻഡ് 2/3. ഇവിടുത്തെ നമ്പർ ഓഫ് കോളവും ഇവിടുത്തെ നമ്പർ ഓഫ് റോയും സെയിം അല്ലേ? സോ നമുക്ക് രണ്ട് മെട്രിക്സസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ഇനി എങ്ങനെയാ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണേ? നമ്മൾ ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ എടുക്കണം, സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം എടുക്കണം. ഓക്കെ, ഇനി നോക്കിയേ, ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു മിഷേൽ ആദിത്യ. മിഷേൽ ആദിത്യ രണ്ടുപേര്. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് എന്താ? 6 × 2. 6 × 2. ഓക്കെ, പ്ലസ് ഇനി എന്ത് ചെയ്യാ? ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് പ്ലസ് ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ്, ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് ഇൻറ്റു ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ്. ഓക്കെ, പ്ലസ് 9 × 7. എന്താ 9 × 7? ഇതാണ് എ ബിയുടെ A11 എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ്. ക്ലിയർ ആണോ? എന്ത് പറ്റി വസ്തു ലേറ്റ് ആയ? സാറ്റർഡേ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ക്ലാസ്സസ് വരുന്നത് തേഴ്സ്ഡേയും സാറ്റർഡേയും കേട്ടോ. ഇത് കിട്ടിയോ? ഒന്നും കൂടെ പറയണോ? ഇവിടെ ഇപ്പം ആരും എഴുതണ്ട, ഞാൻ ടൈം തരാം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ? ഫസ്റ്റ് എലമെന്റ് A11 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇനി സെക്കൻഡ് എലമെന്റ് നോക്കാണ്, A12 ഇവിടുത്തെ എലമെന്റ് കണ്ടുപിടിക്കാൻ പോവാ. അതിനെന്താ ചെയ്യേണ്ടേ? ഫസ്റ്റ് റോ നമുക്ക് A12 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഓക്കെ, ഫസ്റ്റ് റോ ഇതാണ്, സെക്കൻഡ് കോളം ഇതാണ്. ഓക്കെ, 6 × 6 പറഞ്ഞേ, പ്ലസ് എന്താ ചെയ്യേണ്ടത് ഇനി? 9 × 9. സോ നമുക്ക് A12 കിട്ടി. ഇനി അടുത്തത് എന്താ? A13 എന്താ? ഫസ്റ്റ് റോയും തേർഡ് കോളം. ഓക്കെ, 6 × 0 പ്ലസ് 9 × 8. കഴിഞ്ഞില്ലേ? ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. പറഞ്ഞു ലക്ഷ്മി, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എങ്ങനെയായിരിക്കും വരാ? നമുക്ക് ഇവിടെ വേണ്ടത് എന്താ? A21 അല്ലെ? സോ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം അല്ലെ? പറഞ്ഞേ, എന്താ പറഞ്ഞേ? 2 × 2 പ്ലസ് 3 × 7. നെക്സ്റ്റ് അന്ന 2 × 6 പ്ലസ് 3 × 9. നെക്സ്റ്റ് വിമൽ 2 × 0 പ്ലസ് 3 × 8. സെക്കൻഡ് റോ കഴിഞ്ഞില്ലേ? ഇനി തേർഡ് റോ. ഹേമന്ത്, തേർഡ് റോയിൽ ഈ എലമെന്റ് എന്താ? A31. A31 എന്ന് പറയുമ്പോൾ തേർഡ്, സോറി ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇവിടെ ഓർഡർ 2/2 ആൻഡ് ഓർഡർ 2/3 അല്ലേ? സോ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? ഇതായിരിക്കും 2/3. ഓക്കെ, ഇത് 2/3 മെട്രിക്സ് അല്ലേ? സോ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ആൻസർ എന്ന് പറഞ്ഞേ, 6 × 2 എത്രയാ? 12 പ്ലസ് 7 × 9 63. നെക്സ്റ്റ് 6 × 6 36 പ്ലസ് 81, 0 പ്ലസ് 72, 4 പ്ലസ് 21,
12 plus 27, 0 plus 24. ഫൈനൽ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. ഇതൊന്നും കൂടെ പറയണോ? ഒന്നും കൂടെ പറയണോ ആർക്കെങ്കിലും? വസു ഒന്നും കൂടെ പറയണോ? നമ്മൾ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാം. രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസിനോട് ഈക്വൽ ആയിരിക്കണം. എന്നാലും മാത്രമാണ് രണ്ട് മെട്രിക്സസ് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്പർ ഓഫ് കോളം 2 ആണ്, ഇവിടുത്തെ നമ്പർ ഓഫ് റോസ് 2 ആണ്. സോ സെയിം ആണല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 2/3 ആയിരിക്കും. അതായത് ഇവിടുത്തെ നമ്പർ ഓഫ് റോസ് ബൈ ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും. ഓക്കെ, സോ നോക്കാം. ഇനി നമുക്ക് വേണ്ടത് A11 അല്ലെ? A11 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് A11 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാ? ഇവിടുത്തെ ഫസ്റ്റ് റോയിനെ ഇവിടുത്തെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതാ ഇവിടെ ചെയ്തേക്കണേ. 6 into 2 plus 9 into 7, അതാണ് നമ്മുടെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? A12 അല്ലെ? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ്, സെക്കൻഡ് കോളത്തിലെ എലമെന്റ്. അതിനെന്താ ചെയ്യേണ്ടത്? A12 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അതായത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ഇത്. ഓക്കെ, എന്താ കിട്ടുക? 6 into 6 plus 9 into 9, അതാ ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി A13 കണ്ടുപിടിക്കണം. ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം, അതായത് 6 9 ഇൻറ്റു ഈ കോളം. എന്താ കിട്ടുക? 6 into 0 plus 9 into 8 എഴുതി. ഇനി നെക്സ്റ്റ് എലമെന്റ് എന്താ? A21 എന്ന് പറയുന്നത് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, 2 into 2 plus 7 into 3. നെക്സ്റ്റ് എലമെന്റ് 2 into 6 plus 9 into 3. നെക്സ്റ്റ് 2 into 0 plus 8 into 3. കിട്ടിയല്ലോ. ചെയ്യാം. ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചേ. മനസ്സിലാവുന്നുണ്ടോ? ചെയ്ത് കഴിഞ്ഞവർ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഫൈൻഡ് AB and BA. AB എന്ന് പറഞ്ഞാൽ A into B, BA എന്ന് പറഞ്ഞാൽ B into A.
ഇത് കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ചോദിച്ചിട്ട് ചെയ്യാട്ടോ. വെച്ചോട്ടോ, നല്ലത്. ഇപ്പം നമുക്ക് 2/2 വരും. ഇവിടെ നമുക്ക് ഫസ്റ്റ് എലമെന്റ് അല്ലേ, ഫസ്റ്റ് എലമെന്റ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യണേ? A11 അത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലേ? A11. അപ്പൊ A11 എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടത് ഫസ്റ്റ് റോയിന്റെ ഫസ്റ്റ് കോളം, അതായത് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. AB കിട്ടിയോ? AB എന്താ വരാ? നമുക്ക് ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? A11 ഫസ്റ്റ് റോയിന്റെ ഫസ്റ്റ് കോളം 0 ആണോ കിട്ടിയത്? 1 into 2 ഓരോ ടേം ബൈ ടേം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണോ? അങ്ങനെ 1 into 2 പ്ലസ് -2 into 4 പ്ലസ് 3 into 2. സോ ഫസ്റ്റ് എയുടെ ഓർഡർ എന്താ? 2/3 അല്ലേ? ബിയുടെ ഓർഡർ എന്താ? 3/2. സോ നമ്മുടെ റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 2/2. ഓക്കെ, ഇനി സെക്കൻഡ് എലമെന്റ് അതായത് A12 എങ്ങനെയാ കണ്ടുപിടിക്കുക? ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 1 into 3 3 പ്ലസ് -2 into 5 -10 പ്ലസ് 3 into 1 3.
ക്ലിയർ ആണോ? ഓക്കെ, അത് കഴിഞ്ഞു അല്ലേ. ഇനി സെക്കൻഡ് റോ. സെക്കൻഡ് റോ എങ്ങനെയാ ചെയ്യാ? -4 into 2 -8 plus 2 into 4 8 plus 5 into 2 10. Next -4 into 3 -12 plus 2 into 5 10 plus 5 into 1 5. 2 -8 plus 6 എന്താ വരാ? 0. 3 plus 3 6 -10 plus 6 -4 0 10 10 plus 5 15 -12 3. ഇങ്ങനെയാണോ കിട്ടിയത്? 0 -4 10 3. ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ബി എ കണ്ടുപിടിച്ചോ എല്ലാവരും? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ബി എ എന്താ വരാ? 2 3 4 5 2 1. 1 -2 3 -4 2 5. സോ ഇവിടെ ഓർഡർ എന്തായിരിക്കും വരാ? 3/3 ആയിരിക്കും അല്ലേ വരാ? That is equal to 2 into 1 2 3 into -4 -12. അടുത്ത 2 into -2 -4 plus 6. 2 into 3 6 plus 15 4 minus 20 minus 8 plus 10 12 plus 25 2 minus 4 minus 4 plus 2 6 plus 5 2 minus 12 minus 10 6 minus 4 2 15 plus 6 21 4 minus 20 minus 16 10 minus 8 is 2 12 plus 25 is 37 2 minus 4 minus 2 minus 4 plus 2 minus 2 6 plus 5. ഇങ്ങനെയാണോ കിട്ടിയത്? കിട്ടിയ എല്ലാവർക്കും ബി എ? ഇനി നോക്കിയേ, എ ബിയും ബി എയും സെയിം ആണോ? എ ബി not equal to ബി എ. സോ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് കമ്മ്യൂട്ടേറ്റീവ് ആണോ? നോ. ഇത്രയും കഴിഞ്ഞോ? അന്നെ കഴിഞ്ഞോ? കഴിഞ്ഞു. നെക്സ്റ്റ് ഹെഡിങ് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. Properties of multiplication of matrices. എഴുതിയോ? ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിക്കോളാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. എഴുതിയോ? നെക്സ്റ്റ് പോയിന്റ്, അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ. Associative law. What is associative law? എങ്ങനെ എഴുതാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ അസോസിയേറ്റീവ് ലോ?
AB into C equal A into B into C. എഴുതിക്കോ. Where A, B, C are three matrices. എഴുതിയോ? എഴുതി കഴിഞ്ഞോ? നെക്സ്റ്റ് ഹെഡിങ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. Distributive law. For three matrices A, B and C, for three matrices A, B and C, A into B plus C equal AB plus AC. A into B plus C equal AB plus AC. Next, A plus B into C equal AC plus BC. AC plus BC. എഴുതിയോ? Next, existence of multiplicative identity. Existence of multiplicative identity. Existence of multiplicative identity. For every square matrix capital A, for every square matrix capital A, there exists an identity matrix. For every square matrix capital A, there exists an identity matrix of same order such that IA is equal to AI is equal to A. IA is equal to AI is equal to A. So these are the properties of matrix multiplication. എന്തൊക്കെയാ properties? First നമ്മൾ എന്താ പറഞ്ഞേ? It is non-commutative. Commutative ആണോ? അല്ല. AB equal to BA ആണോ? അല്ല. AB not equal to BA ആണ്. Second property എന്താ പഠിച്ചേ? Associative law. എന്തായിരുന്നു associative law? AB into C is equal to A into BC. Next പഠിച്ചത് എന്താ? Distributive law. എന്താ distributive law? A into B plus C equal AB plus A into B plus C equal AB plus AC. Then A plus B into C equal AC plus BC. പിന്നെ എന്താ പഠിച്ചേ? Existence of multiplicative identity. For any square matrix A, there exists I such that IA is equal to AI is equal to A. Okay. So exercise 3.2 എടുത്ത് first question ചെയ്യട്ടാ. Exercise 3.2 first question.
ഫൈൻഡ് ഔട്ട് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ എല്ലാവരുടെയും കയ്യില്? ഇതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. എന്താ സ്പേസ് ഇല്ല, എല്ലാരെയും കാണാൻ പറ്റില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ വരാതിരുന്നത്?
ചെയ്തു കഴിഞ്ഞോ? അന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. A plus B. ആവില്ല, ഓർമ്മയില്ലേ? ആണോ? നെക്സ്റ്റ് A മൈനസ് ബി. ഹേമന്ത് ചെയ്തേ. മാക്സിമം ഡിഫിക്കൽട്ട് ആയിരുന്നു എല്ലാവർക്കും. ട്വൽത്തിനും ഡിഫിക്കൽട്ട് ആയിരുന്നു മാത്സ്. പൊതുവെ എല്ലാവരും 4 മൈനസ് 3 എന്താ? 4 മൈനസ് 3 ഇങ്ങനെയാണോ കിട്ടിയ എല്ലാവർക്കും? നെക്സ്റ്റ് 3A മൈനസ് സി. ലക്ഷ്മി. ലെഫ്റ്റ് സൈഡിൽ 3A മൈനസ് സി എന്നാക്കിക്കേ. 3A is equal to അതല്ലല്ലോ, 3A മൈനസ് സി is equal to അല്ലേ? ഓക്കെ. നെക്സ്റ്റ് AB. വസു. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ഫൈനൽ ആൻസർ മാത്രം എഴുതല്ലേ, സ്റ്റെപ്പ് എഴുത്. ബുക്ക് അവിടെ വെച്ചിട്ട് നോക്കി, ബുക്ക് അവിടെ വെച്ച് എന്നിട്ട് അവിടെ ചെയ്തു. അല്ല, അതിന്റെ സ്റ്റെപ്സ് അറിയണ്ടേ? ക്വസ്റ്റ്യൻ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, എയും ബിയും ഒക്കെ. അത് ഞാൻ പറഞ്ഞെന്നോളാം, ശരിയാണ്.
എ ബി എങ്ങനെയാണോ എല്ലാവർക്കും കിട്ടിയത്? നെക്സ്റ്റ് ബി എ വിമൻ. താഴെയുള്ള പോർഷൻ റബ്ബ് ചെയ്തോ വിമൻ? റബ്ബ് ചെയ്തിട്ട് ബി എന്ന് എഴുതിയിട്ട് വരും. അവിടെ ടെസ്റ്റർ ഉണ്ടല്ലോ. ആ 3a - c എന്നുള്ള പോർഷൻ ഒന്ന് റബ്ബ് ചെയ്തോളൂ. എല്ലാവർക്കും ആൻസർ കിട്ടിയതല്ലേ? ആൻസർ കിട്ടിയോ എല്ലാവർക്കും? അതന്നെയല്ലേ കിട്ടിയ? കിട്ടിയോ? ആൻസർ കിട്ടിയോ ആദിത്യ? കിട്ടിയോ? ഓക്കെ. എന്താ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ.
ആൻസർ കിട്ടിയോ? എത്ര കിട്ടിയ ആൻസർ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി പ്ലസ് എ ബി minus AB plus AB, B square plus A square. That is equal to A square plus B square, 0, 0, A square plus B square. കിട്ടിയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യനിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആണ്. 2, 3, 4, 5, 6. തേർഡ് ക്വസ്റ്റ്യനിലെ 2 to 6 ഹോംവർക്ക് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 എടുത്തേ. 1, 3. ഇത് റബ്ബ് ചെയ്തോട്ടെ. ആദിത്യ കഴിഞ്ഞോ? Show that f of x into f of y equal f of x plus y. എങ്ങനെയാ ചെയ്യാ? എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് വൈ എന്താ? എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എവിടേക്ക് എക്സ് ഉണ്ടോ അവിടേക്ക് എന്താക്കി കൊടുക്കുക? വൈ. കോസ് എക്സ് എന്നുള്ള എന്താ? കോസ് വൈ മൈനസ് സൈൻ വൈ. അങ്ങനെ എക്സ് എവിടേക്ക് ഉണ്ടോ അവിടേക്ക് വൈ ആക്കി കൊടുക്കുക. എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? എവിടേക്ക് എക്സ് ഉണ്ടോ അവിടേക്ക് എക്സ് പ്ലസ് വൈ ആക്കി കൊടുക്കുക. ചെയ്തേ.
ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്, എഫ് ഓഫ് വൈ എന്താന്ന് എഴുതണം, എന്നിട്ട് രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കിട്ടുന്ന ആൻസർ എഫ് ഓഫ് എക്സ് പ്ലസ് വൈനോട് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയുന്ന കാര്യം ഈക്വൽ ആണെന്ന് നേരെ എഴുതി വെക്കരുത് കേട്ടോ. ഇങ്ങനെയാണോ കിട്ടിയത്? Okay. Now, what is cos x cos y minus sin x sin y? Cos cos x plus y.
വാട്ട് ഇസ് cos x sin y പ്ലസ് sin x cos y അല്ലെങ്കിൽ sin x cos y പ്ലസ് cos x sin y എന്താ? sin x പ്ലസ് വൈ അല്ലെ? അപ്പൊ ഒരു മൈനസ് പുറത്തുണ്ട്, അപ്പൊ മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ അല്ലെ? സൈൻ എക്സ് പ്ലസ് വൈ അല്ലെ? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ, അതാണ് നമ്മുടെ ബ്രാക്കറ്റിനുള്ളിലുള്ളത്. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ, പിന്നെ ബ്രാക്കറ്റിന് പുറത്ത് വി ഹാവ് എ മൈനസ് സൈൻ. ഓക്കെ, കിട്ടിയോ? 0 then sin x cos y plus cos x sin y എന്താ? sin x plus y. ഹേമന്തിന് കിട്ടുന്നുണ്ടോ? ഈ ഇക്വേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എഴുതി വെക്കണം കേട്ടോ. നെക്സ്റ്റ് cos x cos y minus sin x sin y. സൈൻ ആണോ? cos x plus y. then 0 0 0 1. ഇതാണ് നമുക്ക് എഫ് ഓഫ് എക്സിന്റെ എഫ് ഓഫ് വൈ കിട്ടിയത് അല്ലേ? ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്താണെന്ന് നമ്മൾ പറഞ്ഞേ? എക്സിന്റെ പ്ലേസിൽ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് പ്ലസ് വൈ അല്ലെ? എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എക്സ് പ്ലസ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്താ കിട്ടാ? കോസ് ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ 0. നെക്സ്റ്റ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ 0 0 0 1. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ. ഓക്കെ, എഴുതിക്കും. ചെയ്ത് കഴിഞ്ഞ എല്ലാരും? കഴിഞ്ഞില്ലേ? നോന്ന പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 14 ചെയ്ത് കഴിഞ്ഞോ? അന്ന ചെയ്ത് കഴിഞ്ഞോ? ലക്ഷ്മി ചെയ്ത് കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ നമ്പർ 14 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14 ചെയ്യാം കേട്ടോ. ആദ്യത്തെ കംപ്ലീറ്റ് ചെയ്താ? ഓക്കെ, 14th ക്വസ്റ്റ്യൻ ചെയ്യാം. എല്ലാരും ചെയ്യാട്ടോ.
രണ്ട് സെയിം ആണോ കിട്ടിയ? ആണോ? ഇങ്ങനെയാണോ ആൻസർ കിട്ടിയ? അല്ലേ? ഏതാണ് ഇങ്ങനെ കിട്ടാത്ത? ആ യെസ് 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 10 minus 3 plus 7 സോറി. ആ 12 plus 21 യെസ് 33. 6 minus 28. ബാക്കിയൊക്കെ സെയിം ആണോ നോക്കട്ടെ. 10 plus 6. Wait. 6 plus 28. That is 32. 34. Then 5 minus 4, 12 plus 21, 6 plus 28. 10 plus 6 minus 2 plus 7, 15 plus 24 minus 3 plus 28. ഓക്കെ, ഇങ്ങനെയാണോ കിട്ടിയത്? രണ്ടും ഈക്വൽ ആണോ? അല്ല. സോ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? 5 minus 1, 6 7 into 2 1 3 4 not equal to 2 1 3 4 into 5 minus 1 6 7. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ഹോംവർക്ക് ആണ് കേട്ടോ. 14-2. ഏതൊക്കെയാ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ്? 11, 12, പിന്നെ തേർഡ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ടു 6 സബ് ക്വസ്റ്റ്യൻ, ദെൻ 14th ക്വസ്റ്റ്യനിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും ചെയ്തിട്ട് വരണം, കറക്റ്റ് ടൈമിൽ വരണം. നമുക്ക് 5 o'clock ക്ലാസ്. 5 o'clock നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം, ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഇന്നത്തെ പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണല്ലോ. ഇത്രയും പോർഷൻസ് പഠിച്ചിട്ട് വരണം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. നെക്സ്റ്റ് നമുക്ക് ക്ലാസ് വരുന്നത് Thursday ആണ്. ഓക്കെ, താങ്ക് യു.